ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ കണ്ടാലോ. അതായത് കല്യാണിയിൽ നിന്ന് സുഷിയിലേക്കുള്ളൊരു ട്രാവൽ. അത് നമുക്കിന്നൊന്ന് കാണാം. അതായത് അതിനകത്ത് ഞാൻ ഓൺ മേക്കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സീരിയലിൽ ഞാൻ ഓൺ മേക്കപ്പാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഞാൻ ഓൺ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്നാണ് മേക്കപ്പ് ചെയ്തിട്ട് പോവുക. ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ കോസ്റ്റ്യൂമും ഹെയറും ഒക്കെ ലൊക്കേഷനിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും മേക്കപ്പ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ലൊക്കേഷനിൽ പോയിട്ട് അവിടെ നിന്ന് കാണാം. ഓക്കെ, ഞാൻ ഹിമാലയയുടെ ലിപ് ബാമാണ് ഇപ്പോൾ യൂസ് ചെയ്യുക. എനിക്ക് അതാണ് കുറച്ചുകൂടി സെറ്റ് ആവുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ അപ്ലൈ ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ പേൾ ഗ്ലോ സിറമാണ്. ഞാൻ നൈക്കീന്നാണ് കേട്ടോ വാങ്ങിയത്. ഇതിനകത്ത് ചെറുതായിട്ട് ആ ഒരു ഷൈനിങ് ഉണ്ട് ഇതിനകത്ത്. എനിക്ക് ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഗ്ലോ ഉണ്ടാവും നമ്മുടെ ഫേസിൽ. അത് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം കളർ കറക്റ്ററാണ്. കാര്യം എനിക്ക് അത്യാവശ്യം നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പം എനിക്ക് അതുകൊണ്ട് കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഒരു വലിയ പ്രോസസ്സാണ്. ഓറഞ്ച് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമയുടെ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. D20 ആണിത്. ബട്ട് ഇതല്ല, ഓറഞ്ച് കളക്ടർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് വാങ്ങിയപ്പോൾ ആ ടൈമിൽ അവിടെ ഓറഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് വാങ്ങിയതാണ്. ആദ്യം ഞാൻ ഡെർമയായിരുന്നു ഫുൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പാച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ ഞാനത് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി ഞാൻ ലിക്വിഡ് ഫൗണ്ടേഷനിലേക്ക് മാറി. എനിക്കത് പക്കയാണ് കേട്ടോ. എനിക്ക് അതിലെനിക്ക് ഒരു പാച്ചോ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് വരാറില്ല. എനിക്ക് കറക്റ്റാണത്. അപ്പം ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ അതാണ് യൂസ് ചെയ്യുക. അപ്പം ഇത് തീർന്നതിന് ശേഷം ഞാൻ ഓറഞ്ച് കളക്ടർ മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാം. അത് ഇടുമ്പോൾ തന്നെ കണ്ടോ ആ ഒരു ഡിഫറൻസ് മാറുന്നത് കണ്ടോ. കണ്ണിന്റെ ചുറ്റിനും വന്നിട്ട് എപ്പോഴും കറക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇടുവാണെങ്കിൽ, ഈ ഡാർക്ക് സർക്കിൾസ് ഉള്ളവരുടെ കാര്യമൊക്കെ പറയുന്നത്, ഇടുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ഷെയ്ഡ് നമുക്കതിൽ കിട്ടും. ലിപ്പിന് മേലെ വന്നിട്ട് എനിക്കൊരു ചെറിയൊരു പിഗ്മെന്റേഷൻ്റെ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. അവിടെ ഇടാറുണ്ട് ഞാനപ്പോൾ. ഈ കറക്റ്റർ തന്നെ ഞാൻ അവിടെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മൂക്കിന്റെ സൈഡിൽ കറക്റ്റർ ഇടുമ്പോഴത്തേക്കും എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ഒരുപാട് വാരി ഇങ്ങനെ തേക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. നമുക്ക് കുറച്ച് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ മേലെ ഞാൻ DFD എന്ന് പറയുന്ന സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഈ ഓറഞ്ച് കംപ്ലീറ്റ്ലി ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഞാൻ അതിൻ്റെ മേലെ യൂസ് ചെയ്യുന്നത്. പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട്. അതിൻ്റെയാണ് ഈ ഒരു ബഹളം. ഓക്കെ, അപ്പം ഞാൻ ഈ രണ്ട് ഐറ്റവും ഇട്ട് കഴിഞ്ഞു. ഇതിൻ്റെ മേലെ ഞാൻ
ഇതിൻ്റെ മേലെയാണ് ഞാനിനി കൺസീലർ യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെബിലിൻ്റെ ഫിറ്റ് മീ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ 40 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സ്പോഞ്ച് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഈ കൺസീലർ ഇടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ജസ്റ്റ് ചെറുതായിട്ട് ഈ ഒരു എഡ്ജിലും മാത്രമായിട്ട് അപ്ലൈ ചെയ്താൽ ഭയങ്കര കേക്കി അല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. കുറച്ചൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഈ കണ്ണ് താഴേക്ക് റിങ്കിൾസ് വരുന്ന പതിവല്ലേ, അപ്പോൾ വല്ലാണ്ട് നമുക്കങ്ങ് കേക്കി ആയിട്ടിരിക്കും നമ്മൾ കുറേയൊക്കെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും. സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാനൊരു ബനാന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇൻസൈറ്റിൻ്റെ ബനാന ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുക. കോമ്പാക്റ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഈ സാധനങ്ങൾ നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ലൂസ് പൗഡറിൻ്റെ ജോലി. ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞു. ഇതിന് ശേഷം യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. അത് വന്നിട്ട് മെബിലിൻ ഫിറ്റ് മീയുടെ 128 മാറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മാറ്റ് പ്ലസ് പോർലെസ് എന്ന് പറയുന്നത് SPF 22 ഒക്കെയാണ്. അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അവിടെ ഇടുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. സീരിയലാണല്ലോ. കുറഞ്ഞൊരു മനസ്സിലേക്ക് കഴിക്കും. ഫേസ് എത്രയും ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ണിൽ അപ്ലൈ ചെയ്യുന്നത്. അതിന് ഞാനൊരു കുഞ്ഞ് സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കഴുത്തിൽ ചെയ്യാണ്ടിരിക്കുകയേ ചെയ്യരുത്, ചെയ്യണം, കമ്പൽസറി ആയിട്ട് ചെയ്യണം. ഫേസിൽ നമ്മൾ ഇടുന്നതിനെക്കാട്ടിലും ഒരു പോയിന്റ് നമ്മൾ കൂടുതൽ കഴുത്തിലിടണം. ഫേസിലിടുന്ന അതേ അളവ് നമ്മൾ കഴുത്തിലിട്ടാൽ നമുക്ക് അത് പോരാതെ വരും. അപ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ഫേസിലും കഴുത്തിലൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് നോസ് കട്ടാണ്.
എപ്പോഴും നമ്മൾ നോസ് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നോസ് കട്ട് ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു മേക്കപ്പിനൊരു ഡെഫിനിഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് കോൺടോറിങ് അതാണ് ചെയ്യുക കേട്ടോ. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ DJ4 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്, ഡെർമയുടെ തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെതൊരു റൗണ്ട് ഫേസാണ്. അപ്പോൾ എനിക്ക് ചിന്നും ചീക്കും എനിക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് ചിന്ന് കട്ട് ചെയ്യുന്നത് രണ്ടാമത്, ചീക്ക് കട്ട് ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെ വെച്ചിട്ടാണ് കട്ട് ചെയ്യാം. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ആ ഒരു ലൈനിനെ കാണാൻ പറ്റും. സോ അതനുസരിച്ചാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് ബ്ലെൻഡ് ചെയ്യുക. എപ്പോഴും മേലേക്ക് മാത്രമേ ബ്ലെൻഡ് ചെയ്യാൻ പാടുള്ളൂ, താഴേക്ക് ചെയ്യാൻ പാടില്ല. ഇത് താഴേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ചിന്നും ചീക്കും നോസും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് പൗഡർ അപ്ലൈ ചെയ്യുക. നേരത്തെ പോലെ തന്നെ ഞാൻ ലൂസ് പൗഡർ, ബനാന പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുക. ഇതവിടെ കിടക്കട്ടെ, ഇതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പം ആ ടൈം കൊണ്ട് നമുക്ക് ഐ ഷാഡോ ഒക്കെ ഇട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഐ ഷാഡോ വന്നിട്ട് ഞാൻ മിസ് ക്ലെയറിൻ്റെ ഐ ഷാഡോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് വന്നിട്ട് 504. ബ്ലഷും ഞാൻ ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ഈ പൗഡർ ഞാൻ ജസ്റ്റ്
ഇതിന് ശേഷമാണ് ഞാൻ ഐബ്രോ ചെയ്യുക. അതും ഞാൻ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ കേക്കാണ് ഞാൻ യൂസ് ചെയ്യുക. അങ്ങനെ ഐബ്രോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് കാട്ടാളത്തിന്മാരെ പോലെയൊക്കെ ഇരിക്കുകയാണെന്ന് തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫേസ് അങ്ങ് സെറ്റാവും. അത് കഴിഞ്ഞ് ഞാൻ കണ്ണെഴുതും. ലാക്മേയുടെ നോർമൽ ഐലൈനർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് വേറെ എന്ത് യൂസ് ചെയ്താലും ഒരു തൃപ്തി വരില്ല. ഇവിടെ ഒരു കറുത്ത ഒരു മറുകുണ്ട്, ഒരു ചെറിയൊരു മോളുണ്ട്. അപ്പം ഞാനത് ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കും. ഐലൈനർ വെച്ച് തന്നെയാണേ. നമ്മുടെ ഐലൈനർ ഒന്ന് സെറ്റാവുന്ന ടൈമിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ 3 ലിപ്സ്റ്റിക്കാണ് എന്നും ഞാൻ ഇടുന്നത്. അതിൽ ആദ്യത്തെ ഷെയ്ഡെന്ന് പറയുന്നത് ഇത് വന്നിട്ട് മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഇങ്ക് ക്രയോൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ്. കുറച്ച് നല്ല ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ലൊരു ഷെയ്ഡാണിത്. ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ലിപ് ലൈനറൊന്നും ഇടാണ്ട് ഞാൻ വെറുതെ ഒന്ന് ഇതിൽ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ന്യൂഡ് സ്റ്റിക്സിന്റെ ബർഗണ്ടി ഷെയ്ഡാണ് ഇത്. നല്ല ഷെയ്ഡ്സ് ആണ്, പക്ഷെ ഇതൊന്ന് ഷാർപ്പൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ചടങ്ങാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് ഷാർപ്പൻ ചെയ്യാറില്ല. ഇത് കുറച്ചൊക്കെ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കുഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിത് ലിപ് ലൈനർ വെച്ച് എടുക്കുകയാണ് ചെയ്യുക. അപ്പം അതാണ് ഞാൻ ലിപ് ലൈനറായിട്ടും ഉള്ളിൽ ജസ്റ്റ് വെറുതെ ഒരു ഫില്ലിംഗ് ആയിട്ടും ഞാനിത് കൊടുക്കാറുണ്ട്, ലൈറ്റായിട്ട്. രണ്ടും കൂടി ഒരു നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡായിട്ടുണ്ട്. ഇനി മൂന്നാമത്തേതായിട്ട് ഞാൻ കുഞ്ഞ് മാക്കിൻ്റെ മിനി ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അപ്പം അതിൽ ഷെയ്ഡ് വന്നിട്ട് AB1 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഒരു പിങ്കി ഷെയ്ഡാണ് കേട്ടോ. എനിക്കത് നല്ല ഇഷ്ടമാണ്. സോ ഇതാണ് അതിൻ്റെ മേലെ ഞാൻ അപ്ലൈ ചെയ്യാം. കാജൽ എഴുതുന്നത് മെബിലിൻ്റെ തന്നെ. എൻ്റെ മിക്ക എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്ട്സും മെബിലിൻ്റെ തന്നെയാണ് കേട്ടോ. ഞാൻ വേറെ പ്രോഡക്ട്സ് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്നുവെച്ചാൽ ഞാനത് നോക്കാറില്ല അങ്ങനെ മേടിക്കുമ്പോൾ. നൈക്കയിൽ റിവ്യൂ നോക്കി ഞാൻ ഓർഡർ ചെയ്യുന്നതാണ് ഒരു സാധനങ്ങൾ. അപ്പോൾ
ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓരോരോ സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ള സാധനം മെബിലിനാണ്. സോ എനിവേയ്സ് നമുക്ക് കണ്ണെഴുതാം. കൊളോസലാണ് കേട്ടോ എൻ്റെ ഉള്ളത്. കണ്ണ് ഫുൾ എഴുതാറില്ല, ഒരു ഇച്ചിരി ബാക്കി വെച്ചേക്കും ഞാൻ. ഐബ്രോ കേക്കിലുള്ള ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതാണ് ഞാൻ എൻ്റെ കണ്ണ് സ്മഡ്ജ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ എടുക്കുന്നത്. ഇനി ഞാനൊരു ഫേസ് ഷെയർ ഇടാറുണ്ട്. അത് ലാക്മേയുടെ ആണ്. ഷെയ്ഡ് വന്നിട്ട് ഡെസേർട്ട് റോസ്. നൈക്കയിലുണ്ട്. ബ്രോൺസർ അതിനാണ്. ജസ്റ്റ് ലൈറ്റായിട്ട് നമ്മൾ മൂക്കിൻ്റെ പാലത്തിലിട്ട് കൊടുത്താൽ അതിങ്ങനെ പളപളാ തിളങ്ങും. നമ്മളെ മേക്കപ്പ് ഇട്ട് എപ്പോഴാണെന്നറിയുമ്പോൾ ഏറ്റവും രസമായിട്ട് തോന്നുന്നത് ഇച്ചിരി ഓയിൽ ആയി കഴിയുമ്പോൾ. ഒരുപാടല്ല കേട്ടോ, കുറച്ച്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, ലാഷസ്. ഇല്ല ഒരു സാധനം കൂടെ ഉണ്ട്. ഇത് വന്നിട്ട് ഇത് മെബിലിൻ്റെ ആണ് കേട്ടോ. മെബിലിൻ്റെ ബ്ലഷ് ന്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ അതിലിരിക്കുന്ന ഈ അറ്റത്തിരിക്കുന്ന ഈ സിൽവർ കളർ ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഈ ഒരു എഡ്ജിൽ ഞാനിത് ഇട്ട് കൊടുക്കാറുണ്ട്. ലൈറ്റായിട്ട് ഇയററ്റിട്ട് അത് ഒരു ഭംഗി കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ സോ ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ നല്ല ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി അപ്പോൾ ഇതിന് എൻ്റെ അവിടെ ഞാൻ സുഷിയിലേക്ക് വേണ്ടി വെക്കുന്നത് യൂറോ പാരീസിൻ്റെ നമ്പർ 53 ആണ്. എനിക്കത് ഞങ്ങളെല്ലാവരും 53 ആണ് വെക്കുന്നത്. പക്ഷേ ഓരോരുത്തർക്ക് ആ 53 ഓരോ രീതിക്കാണ് കണ്ണിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ഭംഗി വരുന്നത്. സോ ഇതൊരു 10 സെക്കൻഡ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ.
ലാഷ് വയ്ക്കുമ്പോൾ തന്നെ കണ്ടോ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു സ്ട്രക്ചറായി മാറിയിരിക്കുന്നു. കണ്ണ് കുറെ കൂടി ഭംഗി വരുന്നു. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാഷ് വയ്ക്കുന്നത് കേട്ടോ. ലാഷ്, ലെൻസ് ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. പക്ഷെ എനിക്ക് ലെൻസ് വെക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ വെക്കാത്തത്. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ടല്ലേ വെച്ചത്. അടുത്തത് ഞാനൊരു ട്വീസേഴ്സ് വെച്ച് കാണിച്ചു തരാം. സോ അത്രയേ ഉള്ളൂ. ഇപ്പം തൽക്കാലത്തേക്ക് ഞാനൊരു ചെറിയ പൊട്ട് വെച്ച് കാണിച്ചു തരാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇത്രയും സംഭവങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതാകുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്വെറ്റ് ആയാലോ ഒന്നും ഈ മേക്കപ്പ് ഒന്നും പോകത്തില്ല. മറ്റേത് ഞാൻ മറ്റേ സ്റ്റിക്കായിരുന്നപ്പോഴത്തേക്കും ഞാൻ ആ ഡെർമയുടെ സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തിരുന്നപ്പോഴത്തേക്കും എപ്പോഴും എനിക്ക് ഈ സ്വെറ്റ് വരുമ്പോഴെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് പാച്ചൊക്കെ വരുമായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു ലിക്വിഡ് ഫൗണ്ടേഷനിലേക്ക് മാറിയതിന് ശേഷം ഞാൻ ഈ സ്പ്രേ എല്ലാം യൂസ് ചെയ്യും. അപ്പം അതിനുശേഷം എനിക്ക് ഈ ഒരു സംഭവമേ ഇല്ല. എനിക്കത് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി വരെ എനിക്ക് സെറ്റാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് പൗഡർ പാഡ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ചെയ്താൽ മാത്രം മതി. എനിക്ക് ഫുൾ ഡേ എനിക്ക് സെറ്റായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളും. സോ അപ്പോൾ കല്യാണിയിൽ നിന്നും സുശീലയായിട്ടുണ്ട്, പകുതി സുശീലയായിട്ടുണ്ട് കേട്ടോ. ഇനി ലൊക്കേഷനിൽ പോയി ഹെയർ ചെയ്യണം, കോസ്റ്റ്യൂം ചെയ്യണം, ഓർണമെന്റ്സ് എല്ലാം ഇടണം. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഫുൾ സുശീലയായി റെഡിയായിട്ട് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇപ്പം എനിക്ക് വണ്ടി വരും. അപ്പോൾ ഞാൻ ഇനി ലൊക്കേഷനിൽ പോയിട്ട് ഹെയർ ചെയ്യുന്നതും കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള നമ്മുടെ ലുക്കൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ശേഷം ഭാഗം ലൊക്കേഷനിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഡ്രസ്സർ ചേച്ചി. ഹായ് ചേച്ചി. അനില ചേച്ചിയാണ്. നമുക്ക് രാവിലെ തന്നെ ക്രിംപ് ചെയ്യാം. നമ്മൾ ആദ്യം വരുന്നവർ ക്രിംപ് ചെയ്ത് മാറിക്കൊടുക്കും. ഇല്ലെങ്കിൽ അവസാനം ഭയങ്കര തിരക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം എന്നും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം എൻ്റെ ഹെയർ ചെയ്ത് ഞാനൊരു മൂലയ്ക്കിരിക്കും.
ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫുള്ളായിട്ട് റെഡി ആയിട്ടുള്ള ലുക്ക്. ഇതായിരുന്നു സുശീലയുടേത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നമ്മുടെ മേക്കപ്പ് സെഷനിലൊക്കെ വരുവാണെങ്കിൽ അത് കമൻസിൽ ചോദിക്കുക, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. സോ താങ്ക് യു.